എല്ലാവരും ഒരുപോലെ ഞെട്ടി. ആ കാഴ്ച കണ്ട അമ്മു കുഴഞ്ഞു വീണു. അപ്പൂ എന്നും വിളിച്ച് ബാലൻ ഓടിച്ചെന്നു, കൂടെ ഉണ്ണിയും. അപ്പോഴേക്കും ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന അപ്പുവിന് ബോധമുണ്ടായിരുന്നില്ല. കൂടി നിന്നവരിൽ പലരും പറഞ്ഞു കഴിഞ്ഞു കാണുമെന്ന്. അപ്പോഴേക്കും ആംബുലൻസ് എത്തി. ആംബുലൻസിൽ അപ്പുവിനെ കയറ്റി. കൂടെ ഉണ്ണിയും ബാലനും കയറി. ആംബുലൻസ് ചീറിപ്പാഞ്ഞു പോയി. ആംബുലൻസ് ആയുർ ഹോസ്പിറ്റലിലെത്തി. എത്തിയ ഉടനെ തന്നെ അവനെ സർജറിക്ക് കയറ്റി. അതിനുള്ള പണമെല്ലാം ബാലൻ വേഗത്തിൽ അടച്ചു. ഡോക്ടർമാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഇതേ സമയം ജീവൻ സുമയെയും അമ്മുവിനെയും കൊണ്ട് ആയുർ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവൾക്ക് ബോധമില്ലാത്തത് കൊണ്ട് ട്രിപ്പിട്ട് കിടത്തിയിരിക്കുകയാണ്. സുമ അവൾക്ക് കൂട്ടായിരിക്കുന്നുണ്ട്. സുമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവനെ ഓപ്പറേഷനു വേണ്ടി കയറ്റിയ വിവരം ബാലൻ സുമയെ ഫോൺ വിളിച്ചറിയിച്ചിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സുമയും ബാലനും. 2 മണിക്കൂറിന് ശേഷം ഡോക്ടർമാർ പുറത്തേക്ക് വന്നു. ജീവൻ തിരിച്ചിട്ടിട്ടുണ്ട്, പക്ഷേ ബോഡി ആകെ തളർന്നെടുക്കുകയാണ്. ഇനി അവൻ പഴയതുപോലെ തിരിച്ചു വരുന്നുമെന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. ജീവനുണ്ട്, അത്രമാത്രം. അതും പറഞ്ഞ് ഡോക്ടേഴ്സ് നടന്നു. അത് കേട്ടതും ബാലനും ഉണ്ണിയും പകച്ചു നിന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഈ വിവരം ഞാൻ എങ്ങനെയാടാ നിൻ്റെ അമ്മയോട് പറയാ? അതുമാത്രമല്ലല്ലോ, അമ്മുവിനോട്, അവളോട് ഞാൻ എന്താ പറയേണ്ടത്? ഇനി നിനക്ക് അവനെ ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്നോ? എനിക്കറിയില്ല, ഒരു ഉത്തരം കിട്ടുന്നില്ല ഉണ്ണി. അതും പറഞ്ഞ് ബാലൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. ഉണ്ണിക്കും അവൻ്റെ സങ്കടം മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. അവനും അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അമ്മുവിന് ബോധം തെളിഞ്ഞു. അപ്പുവേട്ടാ, അതും പറഞ്ഞ് അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റോടി. അവൾ ഓടുന്നത് കണ്ട് കൂടെ സുമയും ഓടി. അല്പദൂരം ഓടിയതും അവൾ ആശുപത്രിയിൽ വരാന്തയിൽ കുഴഞ്ഞു വീണു. നഴ്സുമാരെല്ലാം ഓടി വന്ന് അവളെ പൊക്കിയെടുത്ത് സ്ട്രക്ചറിൽ കിടത്തി. ശേഷം അവളെ റൂമിലേക്ക് മാറ്റി. വീണ്ടും അവൾക്ക് ട്രിപ്പിട്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് വീണ്ടും ബോധം വന്നു. കണ്ണുകൾ തുറക്കാതെ അവൾ അപ്പേട്ട എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം സുമയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി. നഴ്സുമാരെ അവളുടെ അരുകിൽ ഇരുത്തിക്കൊണ്ട് സുമ ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. അവളെ കണ്ടതും ബാലൻ്റെ കൺട്രോളെല്ലാം പോയി. അവൻ അവളെ നോക്കി പൊട്ടിക്കരഞ്ഞു. എന്താ ബാലേട്ട, എന്തു പറ്റി? എന്നോടൊന്നു പറ. അതും പറഞ്ഞ് അവൾ പൊട്ടിക്കരഞ്ഞു. അമ്മയെ കണ്ട ഉണ്ണി അവിടേക്ക് ഓടി വന്ന് അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. സുമ ഉണ്ണിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്താ പൂന്? അവൻ എനിക്ക് അവനെ ഒന്ന് കാണണം. അതും പറഞ്ഞ് സുമ ഉണ്ണിയുടെ നെഞ്ചിലേക്ക് വീണു. ഏട്ടനൊന്നുമില്ല, അമ്മ കരയാതിരിക്കെ, ഏട്ടനൊന്നുമില്ല, അമ്മ സമാധാനപ്പെടും. അതും പറഞ്ഞ് അവൻ അവളുടെ തലയിൽ മൃദുവായി തലോടി. അവർ പെട്ടെന്ന് അവൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ ശേഷം ചോദിച്ചു, അവനൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങനെ കരയുന്നത്? സുമ ചോദിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഉണ്ണിയെക്കൊണ്ടായില്ല. പറ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയതെന്ന് പറ. അതും പറഞ്ഞ് അവർ ബാലൻ്റെ അടുത്തേക്ക് ചെന്നു. ബാലനും ആ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. അയാളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ പൊഴിയുന്നുണ്ട്. പതിഞ്ഞ സ്വരത്തിൽ അയാൾ പറഞ്ഞു, നമ്മുടെ അപ്പുവിൻ്റെ ജീവൻ തിരികെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവൻ്റെ ശരീരത്തിന് ചലനമൊന്നും കാണില്ല. നടക്കാനോ ഇരിക്കാനോ അവനിനി സാധിക്കില്ല. അതും പറഞ്ഞ് അവിടെയുള്ള ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് മുഖം പൊത്തി കരഞ്ഞു. അത് കേട്ട സുമയാകെ തരിച്ചു നിൽക്കുകയാണ്. അവളും ബാലൻ്റെ കൂടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു. അല്പം കഴിഞ്ഞതും അമ്മു വീണ്ടും എഴുന്നേറ്റു. അവൾക്ക് ബോധം തെളിഞ്ഞു. അവൾ ചുറ്റിലും നോക്കിയപ്പോൾ അവൾക്ക് ചുറ്റും നഴ്സുമാരാണുള്ളത്. അതിൽ ഒരാളോട് അവൾ ചോദിച്ചു, അമ്മ എവിടെ? അത് കേട്ടതും നഴ്സുമാരിൽ ഒരാൾ അവരെ വിളിക്കാനായി പോയി. ആ സമയം സുമ കരഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ കരച്ചിലിൻ്റെ ആഴം വളരെ തീക്ഷ്ണമായിരുന്നു. നഴ്സിനും അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിഞ്ഞില്ല. എങ്കിലും അമ്മുവിൻ്റെ സ്ഥിതി മനസ്സിലാക്കി അവർ സുമയോട് അവൾക്ക് ബോധം വന്ന കാര്യം പറഞ്ഞു. ഉടനെ സുമ കണ്ണുകൾ തുടച്ചു മാറ്റി അവളുടെ അരികിലേക്ക് ഓടി. സുമയെ അമ്മു കണ്ടതും അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ഇരുന്നു. ശേഷം ചോദിച്ചു, അമ്മ എവിടെ പോയതാ? അപ്പേട്ടൻ എങ്ങനെയുണ്ട്? എനിക്ക് അപ്പേട്ടനെ ഒന്ന് കാണണം. അതും പറഞ്ഞ് അവൾ സുമയുടെ അരികിലേക്ക് നടന്നു. അപ്പുവിൻ്റെ ഓപ്പറേഷൻ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അവനെ കാണാൻ ഡോക്ടേഴ്സ് അനുവദിക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ കാണാം. അതും പറഞ്ഞ് അവർ അവളുടെ മുല്ലപ്പൂ ചൂടിയ തലയിൽ തലോടി. മോൾ എഴുന്നേക്ക്, നമുക്ക് ഈ ഡ്രസ്സൊക്കെ മാറാം. ഒന്ന് കുളിച്ചിട്ട് റെഡി ആവാം. വേണ്ടമ്മ, ഞാനിത് തന്നെ ഇടാം. അപ്പേട്ടൻ ഈ വേഷത്തിൽ എന്നെ ശരിക്കും കണ്ടിട്ടില്ല. അതും പറഞ്ഞ് അവൾ കരഞ്ഞു. കൂടെ സുമയും. എന്തൊരു വിധിയാണമ്മ എനിക്ക്. അച്ഛനും അമ്മയില്ല. പ്രാണനായ അപ്പേട്ടന് എന്തു പറ്റിയെന്നറിയില്ല. എൻ്റെ വിധി. നീ എന്തിനാ എന്നെ ഇങ്ങനെ പിന്തുടരുന്നത്? അതും പറഞ്ഞ് അവൾ വീണ്ടും കരഞ്ഞു. അവൾ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ സുമ തരിച്ചു നിന്നു. അമ്മു അവളുടെ താലിയിൽ ഒന്ന് നോക്കി. എന്നിട്ട് താലിക്ക് ഒരു ഉമ്മ കൊടുത്തു.
അവളുടെ കണ്ണുനീർ തുള്ളികൾ താലിയിൽ ഒരു മഴത്തുള്ളികൾ പോലെ പതിക്കുന്നുണ്ട്. അവളോട് ബാലൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ അവളുടെ സമനില തെറ്റിപ്പോവുമെന്ന് തോന്നിയതുകൊണ്ട് സുമ അവളോടൊന്നും പറഞ്ഞില്ല. മോളെ, പറയുന്നത് കേൾക്കൂ. ഇതൊക്കെ ഒന്ന് മാറി നീ പോയി ഒന്ന് ഫ്രഷായി വാ. തുടരെയുള്ള നിർബന്ധം കാരണം അവൾ പോയി ഫ്രഷായി വരാം എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി. ഇതേ സമയം സുമ ജീവനെ കടയിലേക്ക് പറഞ്ഞു വിട്ട് അവൾക്ക് ആവശ്യമായ കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങാൻ അയച്ചു. അവളുടെ കുളി കഴിഞ്ഞപ്പോഴേക്കും ജീവൻ വസ്ത്രങ്ങളായി വന്നിരുന്നു. അതെല്ലാം ഇട്ട് അവൾ പുറത്തേക്ക് വന്നു. അവളുടെ മുഖം വിഷാദത്താൽ മൂകമായിരുന്നു. അവൾ വീണ്ടും സുമയോട് ചോദിച്ചു, അപ്പേട്ടനെ കാണാൻ പോവാം. എനിക്ക് അപ്പേട്ടനെ കാണണം. അവളുടെ മുഖം കരഞ്ഞ് കരഞ്ഞ് നല്ലതുപോലെ ചുവന്നിരുന്നു. ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവളുടെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞിരുന്നു. പോവാം മോളെ, ആദ്യം എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നീ. അതും പറഞ്ഞ് സുമ അവളെ ഒന്ന് തലോടി. എനിക്കൊന്നും വേണ്ടമ്മ. എനിക്ക് അപ്പേട്ടനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിച്ചോളാം. അതും പറഞ്ഞ് അമ്മു സുമയെ ഒന്ന് നോക്കി. സുമയും നല്ലതുപോലെ ക്ഷീണിച്ചിരുന്നു. അവളുടെയും കരങ്ങൾക്ക് ബലം നഷ്ടമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ സുമ പകച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ജീവൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ്റെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. അവൻ അത് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, സുമേച്ചി, ഇത് കഴിക്ക് രണ്ടുപേരും. സമയം രാത്രിയായില്ലേ, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും ഒന്ന് കഴിക്ക് എന്നും പറഞ്ഞ് ജീവൻ ആ പൊതി തുറന്നു അവരുടെ മുന്നിലേക്ക് നീട്ടി. നന്നായി തളർന്നിരുന്നത് കൊണ്ട് സുമ അത് വാങ്ങി. അമ്മുവിന് സുമയ്ക്കും ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഭക്ഷണം വിളമ്പി. ആദ്യമൊന്നും അമ്മു ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചുവെങ്കിലും സുമയുടെ നിർബന്ധം കാരണം അവൾ കഴിച്ചു, കൂടെ സുമയും. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് സുമ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അടുത്തേക്ക് പോവാൻ ഒരുങ്ങിയപ്പോൾ അമ്മുവും കൂടെ വരുന്നുണ്ട് എന്നും പറഞ്ഞ് ശാഠ്യം പിടിച്ചു. അതുകൊണ്ട് സുമ അമ്മുവിനെയും കൂട്ടി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലേക്ക് നടന്നു. അവിടെ ഉണ്ണിയും ബാലനും ഉണ്ടായിരുന്നു. കരഞ്ഞു കലങ്ങിയ കൺതടങ്ങൾ കൊണ്ട് ഉണ്ണി അവളെ നോക്കി. ബാലൻ കണ്ണുകൾ അടിച്ചു കിടക്കുകയാണ്. അപ്പുവേട്ടന് ഇപ്പം എങ്ങനെയുണ്ട്? അവൾ ഉണ്ണിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. തേട്ടി വന്ന സങ്കടം ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ട് ഉണ്ണി അവളോടായി പറഞ്ഞു, കുഴപ്പമില്ല, ബോധം വന്നാൽ കാണാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അവൻ വിക്കി അത്രയും പറഞ്ഞു. എല്ലാവരുടെയും മുഖത്തും ദുഃഖം തളം കെട്ടി നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. എങ്കിലും എന്തെങ്കിലും പറ്റിയോ എൻ്റെ അപ്പുവേട്ടന്? ഇടറിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല മോളെ, നീ വെറുതെ ഓരോന്ന് ആലോചിക്കണ്ട, അവനൊന്നും പറ്റിയിട്ടില്ല, ബാലൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ബാലൻ്റെ ഹൃദയം ഒന്ന് തകർന്നുവെങ്കിലും അതൊന്നും വകവയ്ക്കാതെ അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ആരോഗ്യാവസ്ഥയും കണക്കിലെടുത്തുകൊണ്ടാണ് ബാലൻ അത് പറഞ്ഞത്.